കുറ്റപ്പെടുത്തുവാനില്ലതിൽ നാം എത്രയായാലും മനുഷ്യരല്ലേ. മനുഷ്യനായി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന. 1000 അപരാധികളെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം. മനുഷ്യ തത്വത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണ് നമ്മുടെ ഭരണഘടന. ഓരോ പൗരനും അവനിഷ്ടപ്പെട്ട പ്രത്യാശാസ്ത്രത്തിൽ വിശ്വസിക്കാനും അവന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനും അവന്റെ അഭിരുചിക്കൊത്ത് തൊഴിൽ ചെയ്യുവാനും സമ്പാദിക്കുവാനും സഞ്ചരിക്കുവാനും അവന്റെ ആശയങ്ങൾക്കൊത്ത് ചിന്തിക്കുവാനും അവന്റെ അഭിപ്രായങ്ങൾ പറയുവാനും പ്രചരിപ്പിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യം ഓരോ പൗരനും ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ വർത്തമാനകാല രാജ്യത്തിന്റെ അവസ്ഥ തീർത്തും ദുഃഖകരമാണ്. ഭരണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ എന്ത് ഹിംസാസ്പദമായ പ്രവർത്തനങ്ങൾ ചെയ്തിടാം. എന്നിരുന്നാലും നിയമത്തിന്റെ മുമ്പിൽ അവർ എത്തപ്പെടുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ രാഷ്ട്രീയ പ്രതിയോഗികൾ അകാരണമായി വേട്ടയാടിപ്പെടുന്നു. ജാതി മത വർഗ വർണ്ണങ്ങൾക്കതീതമായി സമ്പത്തിന്റെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ പൊതുജന സമൂഹത്തെ വേർതിരിക്കപ്പെടാതിരിക്കാൻ നാം കാണിക്കുന്ന ജാഗ്രതയാണ് തീർച്ചയായും ഭരണഘടന സംരക്ഷണം എന്നുള്ളത്. ആനുകാലികമായി നമ്മൾ നേരിടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇളം തലമുറയെ തെരുവുനായ്ക്ക് വിതയ്ക്കുന്ന ഭയത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പേവിഷബാധ എന്ന മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയേ മതിയാവും. കേവലം വന്ധീകരണത്തിനപ്പുറം തെരുവുനായ്കളെ ഷെൽട്ടർ ഹോമുകളിലേക്കോ ഫോറസ്റ്റുകളിലേക്കോ നാട് കടത്തിയേ മതിയാവും. തെരുവുനായ മുക്ത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കേണ്ടത്. പ്രതിവർഷം 3.5 ലക്ഷത്തോളം പേർ തെരുവുനായയുടെ അക്രമത്തിന് ഇരയാവും. ശരാശരി 30ഓളം പേർ പേവിഷബാധയേറ്റ് മരണമടയുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് പേർ തെരുവുനായാൽ അപകടം സംഭവിക്കുന്നു. അതിദാരുണമായി പേവിഷബാധയേറ്റ് മരണമടഞ്ഞ കുഞ്ഞു മക്കളുടെ ദുരവസ്ഥയ്ക്ക് മുമ്പിൽ ഹൃദയം പൊട്ടി വിറങ്ങലിച്ചു നിൽക്കുന്ന മാതാവിന്റെ കണ്ണീരിനു മുമ്പിൽ അധികാരികൾക്ക് എന്താണ് പറയാനുള്ളത്? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ജീവഹാനിയും ഈ നാട്ടിലെ പൗരന്മാർക്ക് തെരുവുനായാൽ സംഭവിക്കുന്നുണ്ട്. ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഭരണകൂടങ്ങളുടെ നിലപാട് തീർത്തും ഭരണഘടനാ ലംഘനവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഒന്നിച്ചൊന്നായി നമുക്ക് ഇതിനെതിരെ പ്രയത്നിക്കാം. ജയ് ഹിന്ദ്, ജയ് ജവഹർ.